Hello friends, welcome to the channel. അപ്പോൾ നിങ്ങൾ ഒരു അമേരിക്കൻ എക്സ്പ്രസ് കാർഡിന്റെ ക്രെഡിറ്റ് കാർഡ് എടുക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ടൈം തന്നെ പറയാം. നമുക്കിപ്പോൾ അമേരിക്കൻ എക്സ്പ്രസ് കാർഡിന്റെ റെഫറൽ പ്രോഗ്രാം എന്ന് പറഞ്ഞൊരു ഒരു സംഭവമൊക്കെ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാം അമേരിക്കൻ എക്സ്പ്രസ് കാർഡുകളുടെ ഒരു കുഴപ്പം എന്താ വെച്ചാൽ നമുക്ക് അത്യാവശ്യം എന്താ പറയുക ഫീസും ജോയിനിങ് ഫീസും ആനുവൽ ഫീസും കൂടുതലാണ്. എക്സെപ്റ്റ് സ്മാർട്ട് ടേൺ കാർഡ്. ഞാനിപ്പോൾ 2 MX കാർഡ് ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ ഒരെണ്ണം സ്മാർട്ട് ടേൺ കാർഡും ഉണ്ട്, ഒരെണ്ണം നമ്മുടെ മെമ്പർഷിപ്പ് റിവാർഡ് കാർഡും ഉണ്ട്. ഇവരുടെ ഒരു ഗുണം എന്താ വെച്ചാൽ നമുക്ക് എത്ര കാർഡ് എടുത്താലും അതിന് സെപ്പറേറ്റ് ലിമിറ്റാണ്. മാക്സിമം 2 കാർഡ് സമ്മതിക്കുള്ളൂ, വേറെ കാര്യം. അത് മാത്രമല്ല നമുക്കിപ്പോൾ മെമ്പർഷിപ്പ് റിവാർഡ് കാർഡിന് അത്യാവശ്യം നല്ല ലിമിറ്റ് കൂടുതൽ ബാങ്ക് കിട്ടുന്നുണ്ട്. എൻ്റെ സ്മാർട്ട് ടേൺ കാർഡിനായിട്ടും ഓൾമോസ്റ്റ് ഒരു ഡബിൾ ലിമിറ്റ് കൂടുതൽ നമുക്ക് മെമ്പർഷിപ്പ് റിവാർഡ് പോയിന്റ് കിട്ടിയിട്ടുണ്ട്, മെമ്പർഷിപ്പ് റിവാർഡ് കാർഡിന് കിട്ടിയിട്ടുണ്ട്. മെമ്പർഷിപ്പ് റിവാർഡ് കാർഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ജോയിൻ ഫീസ് 1000 രൂപ പ്ലസ് GST, അതുപോലെ തന്നെ ആനുവൽ ഫീസ് 3500 രൂപ പ്ലസ് GST ആണ്. നമുക്ക് ഈ പക്ഷേ ഈ റെഫറൽ ലിങ്ക് ത്രൂ അല്ലെങ്കിൽ നമ്മുടെ എൻ്റെ റെഫറൽ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ നമ്മുടെ റെഫറൽ ലിങ്ക് ത്രൂ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ പോയിന്റ്സും കിട്ടും. അത് മാത്രമല്ല നമുക്ക് ഫസ്റ്റ് ഇയർ ഫ്രീ ആയിട്ട് കിട്ടാനുള്ള ഓപ്ഷൻസും അവൈലബിൾ ആണ് കേട്ടോ. ഫസ്റ്റ് ഇയർ ഫ്രീ ആയിട്ട് കിട്ടുമെന്ന് വെച്ചാൽ നമുക്ക് ഒരു ചെറിയ ട്രാൻസാക്ഷൻ മാത്രം ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഞാനത് കറക്റ്റായിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ സ്മാർട്ട് ടേൺ കാർഡിൻ്റെ കാര്യം നമുക്ക് പറയാം. ഇപ്പോൾ എൻ്റെ സ്മാർട്ട് ടേൺ കാർഡ് ഞാൻ അടുത്ത് കാണിച്ചു തരാം. സ്മാർട്ട് ടേൺ കാർഡാണ് ഞാൻ നോർമലി എൻ്റെ പേഴ്സിലൊക്കെ ക്യാരി ചെയ്യാറുള്ളത്. എന്ന് വെച്ചാൽ നമുക്ക് ഒരു ഇതിൽ പക്ഷേ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഫ്രണ്ടിലാണ്. ഇതാണ് സ്മാർട്ട് ടേൺ കാർഡ്. എനിക്ക് ഈ കാർഡിന്റെ ലുക്കും സംഭവമൊക്കെയാണ് ഭയങ്കര ഇഷ്ടമായിട്ട്. എന്ന് വെച്ചാൽ ബ്ലൂ കളർ നല്ലൊരു കിടൽ ലുക്കായുണ്ട്. മെമ്പർഷിപ്പ് റിവാർഡ് പിന്നെ ഒരു ഗുണം എന്ന് വെച്ചാൽ ഈ അമേരിക്കൻ എക്സ്പ്രസ് കാർഡ് കാണുമ്പോൾ ആൾക്കാരെ കണ്ണിലൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എക്സ്പ്രഷൻ കാണാം നമുക്ക് സുഖമായിട്ട്. ഞാൻ കുറേ സ്ഥലത്ത് കണ്ടിട്ടുണ്ട്. അപ്പോൾ മെമ്പർഷിപ്പ് റിവാർഡ് സ്മാർട്ട് ടേൺ കാർഡിന്റെ ഓഫറാണ് ഞാൻ ഫസ്റ്റ് പറയാൻ പോകുന്നിട്ടാ. നിങ്ങൾക്ക് അത് മാത്രമല്ല, നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഓഫർ പേരിൽ 16/5 എന്ന് പറയുമ്പോൾ ഈ മാസം പകുതി വരെ ഉള്ളൂ. അത് വേറെ കാര്യം. മുമ്പ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അപ്രൂവ് ആയി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു എക്സ്പ്ലോറേഴ്സ് കിറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു കിറ്റ് പോലത്തെ ഒരു സംഭവം എന്ന് വെച്ചാൽ അതിലെന്തൊക്കെയോ കുറേ പ്രൊഡക്ട്സും സംഭവമൊക്കെ ആയിട്ടുള്ള കിറ്റ് കിട്ടാനുള്ള ചാൻസും കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എൻ്റെ ലിങ്ക് കൂടെ ഞാൻ അപ്ലൈ ചെയ്യുമ്പോൾ ലിങ്ക് കൂടെ നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന വെച്ചാൽ 2000 റിവാർഡ് ബോണസ്, എക്സ്ട്രാ റെഫറൽ ബോണസ് മെമ്പർഷിപ്പ് നിങ്ങൾക്ക് പോയിന്റ് കിട്ടും. അത് മാത്രമല്ല നിങ്ങൾ 1090 ദിവസത്തിൽ 5000 രൂപ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഇയർ ഫീ ഫ്രീ ആയിട്ട് കിട്ടും കേട്ടോ. മറക്കണ്ട, ഫസ്റ്റ് ഇയർ ഫ്രീ ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ ഒരു ലിമിറ്റഡ് എഡിഷൻ ആയിട്ടുള്ള എക്സ്പ്ലോറർ കിറ്റും നിങ്ങൾക്ക് ഇതിനോട് കിട്ടുന്നുണ്ട് കേട്ടോ. ലിമിറ്റഡ് എക്സ്പ്ലോറർ കിറ്റിൽ നമുക്ക് എന്തൊക്കെയോ ഉണ്ട്, എന്തൊക്കെയോ മഗ് അങ്ങനത്തെ കുറേ പേരുടെ അമേരിക്കൻസുകാരുടെ കുറച്ച് പ്രൊഡക്ട്സുകൾ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. നല്ല കിടിലൻ ഓഫറാണ് കേട്ടോ, മറക്കണ്ട. നിങ്ങളുടെ പിൻകോഡ് സർവീസബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് കിട്ടും. ഇപ്പോൾ തൃശ്ശൂർ മെയിൻ പിൻകോഡ് ഏരിയ ടൗൺ ഏരിയാസിൽ, എറണാകുളം, ട്രിവാൻഡ്രം, കോഴിക്കോട് ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇപ്പോൾ മിക്ക ഏരിയാസിലും കിട്ടുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് തൃശ്ശൂർ കിട്ടിയിട്ടുണ്ടായിരുന്നു. എൻ്റെ തൃശ്ശൂർ മെയിൻ ടൗൺ ഏരിയസിലൊന്നും അല്ല, ടൗണിൽ നിന്ന് ഓൾമോസ്റ്റ് 5 കിലോമീറ്റർ മാറിയിട്ടാണ് എൻ്റെ വീട്. എന്നിട്ട് നമുക്കിവിടെ പിൻകോഡ് സർവീസബിൾ ആയിരുന്നു. അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ അമേരിക്കൻ എക്സ്പ്രസിൻ്റെ മെമ്പർഷിപ്പ് റിവാർഡ് കാർഡാണ്. ഞാനത് നമ്മുടെ പേഴ്സിലെടുത്ത് വെച്ചിരിക്കുക. ഈ കാർഡിൻ്റെ ഒരു ഡിസൈൻ എനിക്ക് വലിയ പിടുത്തമില്ല. എന്താ വെച്ചാൽ നമുക്കത് ഇതിൻ്റെ ഞാൻ കാണിച്ചത് എൻ്റെ ഡീറ്റെയിൽസ് കൊത്തരാണ്ടോ. ഇങ്ങനെ ഒരു ഗോൾഡൻ കളർ, സാൻഡൽ കളർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്നും കാണില്ല ഇവരേക്ക്. ഇത് കണ്ടാലും പെട്ടെന്ന് അമേരിക്കൻ എക്സ്പ്രസ് കാർഡാണെന്ന് മനസ്സിലാവില്ല. പിന്നെ ബാക്കിലാവും അമേരിക്കൻ എക്സ്പ്രസ് ലോഗോ കണ്ടാലേ മനസ്സിലാവുള്ളൂ. പക്ഷേ ഈ കാർഡിന് എന്താ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കരമായിട്ട് ലിമിറ്റ് കൂടുതൽ ഇടുന്നുണ്ട്. നമ്മുടെ ആമസോൺ കാർഡ് പോലെ ഭയങ്കര ലിമിറ്റ് 3 മടങ്ങും 2 മടങ്ങൊക്കെ മിനിമം ലിമിറ്റ് കൂടുതൽ ഇടുന്നുണ്ട്. അപ്പോൾ ഈ കാർഡിന്റെ ഓഫർ എന്ന് പറയുമ്പോൾ നമ്മുടെ ലിമിറ്റ് ത്രൂ അപ്ലൈ ചെയ്യാം, നമ്മുടെ ലിങ്ക് ത്രൂ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എക്സ്ട്രാ 2000 രൂപ റെഫറൽ ബോണസ് നമുക്ക് കിട്ടുന്നുണ്ട്. അത് മാത്രമല്ല നിങ്ങൾ 5000 രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് 90 ഡേയ്സ് ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഇയർ ഫ്രീ ആയിട്ടും കിട്ടുന്നുണ്ട് കേട്ടോ. നല്ലൊരു ഡീല് തന്നെയാണ്. ഞാൻ എന്തായാലും ഇതിൻ്റെ 2 ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു MX കാർഡ് താല്പര്യം ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ മറക്കണ്ട. നിങ്ങൾക്ക് റെഫറൽ ത്രൂ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടാനുള്ള ചാൻസ് വിത്തൗട്ട് ഇൻകം പ്രൂഫ് തന്നെ കിട്ടാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. 750 അബോവ് മിനിമം സിബിൽ സ്കോർ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ അത്യാവശ്യം ഒരു 2-3 ക്രെഡിറ്റ് കാർഡൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും കേട്ടോ. എന്ന് വെച്ചാൽ ആദ്യമായിട്ട് MX കാർഡ് അപ്ലൈ ചെയ്യുമ്പോൾ കഴിഞ്ഞാൽ കിട്ടുന്നില്ല. എന്ന് വെച്ചാൽ അമേരിക്കൻ എക്സ്പ്രസ് കാർഡ് കിട്ടാൻ കുറച്ച് പാടാണ്. അത്യാവശ്യം നല്ല ക്രെഡിറ്റ് കാർഡ്സുകൾ ഉപയോഗിക്കുന്ന ആൾക്കാർ, ക്രെഡിറ്റ് കാർഡ് ഹിസ്റ്ററി ഉള്ളവർക്കാണ് കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് അപ്ലൈ ചെയ്യാനൊന്നും പോകണ്ട. ആദ്യത്തെ കാർഡായിട്ട് MX കാർഡൊന്നും അപ്ലൈ ചെയ്യാൻ പോകണ്ട, കിട്ടില്ല. വെറുതെ അല്ല, ഒരെണ്ണം അപ്ലൈ ചെയ്തുകൊണ്ട് റിജക്ട് ആയതുകൊണ്ട് നമുക്ക് സിബിൽ സ്കോർ ഒന്നും എഫക്റ്റ് ഒന്നും വരില്ല. ചുമ്മാ ട്രൈ ചെയ്ത് നോക്കാൻ വേണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എന്തെങ്കിലും ഭാഗ്യം ഉണ്ടെങ്കിൽ നല്ല സിബിൽ സ്കോറൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഇവർ തന്നെ അവരുടെ എന്താ പറയുക എലിജിബിലിറ്റി ക്രൈറ്റീരിയയിൽ പറയുന്നത് നിങ്ങൾ ഓൾറെഡി കുറച്ച് ക്രെഡിറ്റ് കാർഡ്സ് ഉപയോഗിക്കുന്ന ആളായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറഞ്ഞിട്ടാ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴേ നിങ്ങളുടെ എന്താ പറയുക ഇൻകം അത്യാവശ്യം കുറച്ച് കൂടുതലായിട്ട് കൊടുക്കാൻ നോക്കുക. മിനിമം ഒരു 5 lakh അബോ 6 lakh അബോ കൊടുക്കാൻ നോക്കുക ആനുവലി. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇൻകം പ്രൂഫ് ഇല്ലാണ്ട് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ കുഴപ്പമില്ല, അല്ലെങ്കിൽ പിന്നെ എന്തായാലും റിജക്റ്റ് ആവും. എന്ന് വെച്ചാൽ നല്ല സിബിൽ സ്കോറിനെങ്കിൽ നോർമലി പ്രത്യേകിച്ച് റെഫറൽ ലിങ്ക് ത്രൂ അപ്ലൈ ചെയ്യുമ്പോൾ എന്താ പറയുക ഇൻകം പ്രൂഫ് അങ്ങനെ ചോദിക്കാറില്ല. അപ്പോൾ നിങ്ങൾക്ക് നല്ലതാണ്.
അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ രണ്ട് ചാനലും കാണാത്തവർ പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് റിപ്ലൈ കൊടുക്കുന്നതാണ്. നമ്മുടെ പുതിയ ചാനലായി ജയിച്ചു പോലെ കാണാത്തവർ പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അടുത്ത വീഡിയോ കാണാം.